ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാം ദിവസം മൂന്നാറിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. മൂന്നാമത്തെ ദിവസം നമ്മൾ ഈവനിങ് അവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്കിൽ പോയിരുന്നു. അപ്പോൾ പാർക്കിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെ നമ്മൾ ഷോർട്സിനും റീൽസിനും വേണ്ടി കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് അതിവിടെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഇരുട്ടായപ്പോഴേക്കും അവർ ലൈറ്റ്സ് ഒക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല കളറായിട്ടുള്ള ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഗ്രീനും റെഡും ബ്ലൂവും ഇതൊക്കെ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഞാനിത് ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ തന്നെ ഒരു 10% ഡിസ്കൗണ്ടുള്ള മാർജിൻ ഫ്രീ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് പൗഡേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. സാൻഡൽ പൗഡർ, കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു. പിന്നെ നീം പൗഡർ ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ എടുത്തു. പിന്നെ അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ ഡോൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡോൾസൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസമായി കേട്ടോ. അപ്പം നമ്മൾ ഈ റിസോർട്ടിലാണ് നിന്നത്. ബോബൽസ് റിസോർട്ട് എന്നാണ് പേര് കേട്ടോ. അവിടെ നിന്ന് നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും ഇറങ്ങി കേട്ടോ. ഇത് 4ാമത്തെ ദിവസമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് മൂന്നാറിനോട് വിട പറയാൻ പോവുകയാണ്. അങ്ങനെ 4 ദിവസം നമ്മൾ 4ാമത്തെ ദിവസം, അതായത് 3 ദിവസം നമ്മൾ മൂന്നാറിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ കണ്ണൂരിലേക്ക് പോവാണ് കേട്ടോ. മൂന്നാറിൽ നിന്നും കണ്ണൂരിലേക്കുള്ള യാത്രയാണ് ഇനി കേട്ടോ. മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് മടുതിയായിട്ട് അത്രയും ഭംഗിയായിരുന്നു ഓരോ സ്പോട്ടും ഓരോ വ്യൂവും കാണാൻ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റും കേട്ടോ, നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. ഇപ്പം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ രാത്രിയാകുമ്പോഴേക്കും കണ്ണൂർ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്ന് കണ്ണൂരേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം 8 മണിക്കൂറും 48 മിനിറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാറിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ അടുത്ത് തന്നെ വീണ്ടും വരാമെന്ന് വിചാരിക്കണം. അത്രയ്ക്ക് ഇഷ്ടമായി കേട്ടോ ഇവിടുത്തെ. തിരിച്ചു വരുന്നവരെ ഞാൻ കുറേ ടൂറിസ്റ്റ് ഇറക്കിയ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഫോട്ടോ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം ഒരുപാട് ദൂരത്തെത്തി കേട്ടോ. അപ്പം ഈ ഒരു ബ്രിഡ്ജാണ് നല്ല ഭംഗിയില്ലേ, എന്താ രസം. അങ്ങനെ മൂന്നാറിന് വരുന്ന വഴി നമ്മൾ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ക്യാരറ്റ് വിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വാങ്ങി കേട്ടോ. ഇനി നമുക്ക് 8 മണിക്കൂർ 32 മിനിറ്റും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ലീഫോടെ ഫ്രഷ് ആയിട്ട് കിടപ്പുണ്ട്. എന്നിട്ട് അങ്ങ് എത്തുമ്പോഴേക്കും എന്താവുമെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരിലേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി. ഇനി ഇപ്പോൾ തൃശ്ശൂരെത്തി. അവിടെ ഒരു പള്ളി കണ്ടു കേട്ടോ. പിന്നെ നേരെ നമുക്ക് നല്ല ഹോട്ടൽ തപ്പിയിട്ടുള്ള ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തപ്പി ഒരു ഹോട്ടൽ കിട്ടി. അപ്പോൾ ഹോട്ടലെന്ന് പറഞ്ഞാൽ 1.5 ഹോട്ടലായിരുന്നു കേട്ടോ. ഒരുപാട് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ നല്ല വിശപ്പ് വന്നു. വിശപ്പിൻ്റെ വിളി വന്നതിന് ശേഷം നമ്മൾ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ടൊരു ഹോട്ടലങ്ങ് കയറി കേട്ടോ. അപ്പോൾ ഫുഡ് ഫാക്ടറി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്കും റേറ്റുള്ള ഒരു ഹോട്ടലാണ്. ഫുഡിനൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ മെനുക്കാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മീൽസും ഒരു കൊഞ്ച് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം ഫുഡൊക്കെ വന്നു, കഴിച്ചു. നമ്മളെപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ നോർമലി കഴിച്ചു. അപ്പം ബില്ലിൻ്റെ ടൈം വഴക്കും എത്തി കേട്ടോ. അപ്പോൾ ബില്ല് വന്നത് 725 രൂപയാണ്. അപ്പം 2 മീൽസിന് 340 രൂപയും പിന്നെ കൊഞ്ച് റോസ്റ്റിന് 350 രൂപയാണ് കേട്ടോ.
ടോട്ടൽ 725 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്കൊന്നും ഫുഡ് അത്ര ടേസ്റ്റോ അതിൽ കൂടുതലെന്തോ തോന്നിയിട്ടില്ല കേട്ടോ. നോർമൽ കഴിക്കുന്ന പോലെ തന്നെ അത്രയും ഇല്ല. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ്. ഇത്ര റേറ്റ് എങ്ങനെ വന്നു ചോദിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി കേട്ടോ. അപ്പം ഇനി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഹോട്ടലിൽ പോകുന്നവരൊക്കെ തൃശ്ശൂരുള്ളവർ ഈ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ ഒരു ഹോട്ടൽ. ഇത്രയും റേറ്റ് ഇടാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ ഭാരതപ്പുഴയുടെ അടുത്തെത്തി കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചെറിയ കുട്ടി ടീ ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ചായ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ സൈഡിലോട്ട് നിർത്തി ഒരു ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര മണിയായി? 4 മണിയായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ദൂരം മാത്രമേ കണ്ണൂരേക്ക് ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ വണ്ടി നിർത്തി നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ദൂരെ 2 പശുക്കളുണ്ടായിരുന്നു. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഒരു പോത്തുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കിട്ടി. അടിപൊളി ചായ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചായ, നല്ല പൊടിച്ചായ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊടിച്ചായ. പിന്നെ നമ്മൾ നേരെ എവിടെ എത്തി? ഏകദേശം കണ്ണൂരേക്ക് ഇനി 139 കിലോമീറ്റർ മാത്രം. നമ്മൾ ഏകദേശം കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് എത്തുമ്പോഴേക്കും അവിടെ കുറേ കോഴിക്കോടൻ ഹൽവയുടെ ഷോപ്പുണ്ട് കേട്ടോ. ഏത് ഭാഗത്ത് നോക്കിയാലും കോഴിക്കോടൻ ഹൽവയാണ്. ഇവിടെ ശ്രീകൃഷ്ണ മലബാർ ബസാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിറയെ നമ്മുടെ പൊരിയും ഹലുവയൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ സൺസെറ്റ് കണ്ടു കേട്ടോ. ഇനി നമ്മൾ കണ്ണൂരേക്കുള്ള നമ്മുടെ സ്വന്തം നാട് കണ്ണൂരേക്ക് അടുക്കാൻ പോവാണ്. ഏകദേശം സന്ധ്യയായി, 6 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെ നമ്മൾ നേരെ എവിടേക്ക് പിടിച്ചു? കണ്ണൂരെത്തുമ്പോഴേക്കും 8 മണിയായിട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.